അതെ ചെറിയമ്മ, അയാൾ തന്നെയാണ് ഇതിൻ്റെ ബാക്കിലെന്ന് എനിക്കും സംശയമുണ്ട്. കാശി എന്നോട് ചോദിക്കുകയും ചെയ്തു, ചെറിയച്ഛൻ അവനെ ഇങ്ങനെ കിടത്താൻ എത്ര രൂപ തന്നു എന്ന്. അയ്യോ, അയാൾ ഇത്ര ക്രൂരനായിരുന്നോ? എൻ്റെ ഈശ്വര, മോളെ ഇനി നമ്മൾ എന്തു ചെയ്യും? ചെറിയമ്മ, ഇന്ത്യയിലേക്ക് തിരിച്ചു വരൂ. എനിക്കെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് ചെറിയമ്മയുടെ ഹെൽപ്പ് കൂടി വേണ്ടി വരും. ഹോസ്പിറ്റലിലെ ഞങ്ങളുടെ അഭിനയം പിടിക്കപ്പെട്ടാൽ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെയാകും. ചെറിയമ്മ, കാശിയെ രക്ഷിക്കണം. ദുർഗ പറഞ്ഞു നോക്കിയത് തൻ്റെ റൂമിന് പുറത്തു നിൽക്കുന്ന അച്ഛൻ്റെ മുഖത്തേക്കാണ്. അയാൾ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് എന്ന് അവൾക്കും മനസ്സിലായി. അച്ഛാ, അവൾ വേഗം ഫോൺ ബെഡിലേക്കിട്ട് എഴുന്നേറ്റ് നിന്നു. കാശിനാഥ് എൻ്റെ പേഷ്യൻ്റാണ്, അവൾ വേഗം പറഞ്ഞു. എന്നാൽ കൃഷ്ണൻ ഒരക്ഷരം മിണ്ടാതെ അവളെ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ നടന്നുപോയി. ദുർഗയ്ക്ക് ആകെ വല്ലാതെ ആയിപ്പോയി. അയ്യോ, അച്ഛൻ എന്ത് കരുതിയോ ആവോ? അല്ലെങ്കിലേ എന്നിൽ വിശ്വാസമില്ല ഇനി. അവൾ അസ്വസ്ഥതയോടെ ബെഡിലേക്ക് ഇരുന്നു പോയി. നിർമ്മലെ, ആരുടെ ഫോണായിരുന്നു? കരഞ്ഞിരിക്കുന്ന നിർമ്മലയുടെ മുഖം കണ്ടതും കാർത്തിക് അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു. അവളുടെ അടുത്തായി വന്നിരുന്നു. കാർത്തിയേട്ടാ, ദുർഗമോളാണ്. ഞാൻ ഏട്ടനോട് പറഞ്ഞില്ലായിരുന്നോ കാശിയുടെ ചികിത്സിക്കുന്നത് ദുർഗമോളാണെന്ന്? പക്ഷെ അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ദേവേട്ടൻ സ്വത്തിനു വേണ്ടി അവനെ തളർത്തി കിടത്താൻ നോക്കുന്നു എന്ന്. ആ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും സ്റ്റാഫുമെല്ലാം ദേവേട്ടനെ സഹായിക്കുന്നുണ്ടോ എന്ന് അവൾ സംശയം പറയുന്നുണ്ട്. എല്ലാം കേട്ടിരുന്ന കാർത്തിക് അവളെ ഒന്ന് നോക്കി. നോക്ക് നിർമ്മലെ, നീ എന്തിനിതിന് വിഷമിക്കണം? നിന്റെ വലിയ ഏട്ടൻക്ക് നീ ജീവിച്ചിരിപ്പുണ്ടെന്ന ചിന്ത കൂടിയില്ലായിരുന്നു. മതി ഇനി അവരെക്കുറിച്ചുള്ള നിന്റെ ചിന്ത. നിന്റെ ഏട്ടന്മാർ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് വിചാരം. ഈ കാര്യത്തിൽ നാട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത് നിർമ്മലെ. ഞാൻ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അച്ഛനെ കൂടി വിട്ടിട്ട് ഇവിടെ വന്നത്. കാർത്തികിൻ്റെ തുറന്നു പറച്ചിൽ നിർമ്മലക്ക് സഹിച്ചില്ല. കാർത്തിയേട്ടാ, കാശി അവൻ നമ്മോടൊന്നും ചെയ്തില്ലല്ലോ. അവൻ്റെ അവസ്ഥ പാവമല്ലേ ഏട്ടാ? നിർമ്മലെ, നീ എന്ത് കരുതിയാ? സമാധാനം ആഗ്രഹിച്ച് ഇവിടേക്ക് വന്ന നമ്മൾ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകാനാണോ നിന്റെ തീരുമാനം? എന്നെ ഒന്നിനും പ്രതീക്ഷിക്കല്ലേ. കാർത്തിക് അതും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റു. ഇതെല്ലാം കേട്ടുകൊണ്ട് കിച്ചു അങ്ങോട്ട് വന്നത്. കാർത്തിക് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവിടെ നിന്നും പോയി. നിർമ്മല കരച്ചിലോടെ ഇരിക്കുകയാണ്. അമ്മ, സങ്കടപ്പെടല്ലേ. കാശിയേട്ടൻ്റെ കാര്യം നമുക്ക് ശരിയാക്കാം. ദുർഗേച്ചി എനിക്ക് വിളിച്ചിരുന്നു. അമ്മയുടെ ആഗ്രഹം പോലെ നമുക്ക് നാട്ടിലേക്ക് പോകാം. ഞാൻ അച്ഛൻ്റെ സമ്മതം വാങ്ങിച്ചു വരാം. അമ്മ സമാധാനപ്പെടൂ. കിച്ചു അവളെ ചേർത്ത് പിടിച്ചു. കിച്ചുവിൻ്റെ സംസാരം നിർമ്മലയ്ക്ക് വലിയ ആശ്വാസം നൽകിയിരുന്നു. കിച്ചും കാർത്തികും ജോഗിങ് കഴിഞ്ഞ് വന്നതാണ്. അച്ഛൻ മടിയനായി തുടങ്ങിയിട്ടുണ്ട്. ജോഗിങ്ങിന് വരാൻ എന്താ ഇത്ര മടി? ഇടയ്ക്കിടയ്ക്ക് മടി പിടിക്കുന്നത് കൊണ്ടാ ഇങ്ങനെ ടയേർഡാകുന്നത്. ഓ, എനിക്ക് നിൻ്റെ പ്രായമല്ലേ. നിൻ്റെ പ്രായത്തിലെ ഞാൻ നിന്നേക്കാൾ ഡബിൾ സ്ട്രോങ് ആയിരുന്നു. ഓ, സമ്മതിച്ചു തന്നു. അല്ല, ഇന്ന് ഗ്രീൻ ടീ കാണുന്നില്ലല്ലോ. നിൻ്റെ അമ്മ എവിടെ കിച്ചോ? അമ്മ പിണക്കത്തിലാ. ദുർഗേച്ചി എനിക്ക് വിളിച്ചിരുന്നു അച്ഛാ. നമ്മുടെ ആവശ്യം അവിടെ അർജൻറ്റാണ്. മോനെ, അവർ നമ്മുടെ ശത്രുക്കളാണ്. അച്ഛാ, അങ്ങനെ പറയല്ലേ. കാശിയേട്ടൻ പാവമാണ്. നാട്ടിലായിരുന്ന അന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സ്കൂളിൽ വരുമായിരുന്നു. അമ്മാമ്മന്മാരെ പോലെയല്ല, നല്ല സ്നേഹമായിരുന്നു എന്നോടും അമ്മയോടും. അച്ഛൻ്റെ ഭാഗം മാത്രം ചിന്തിക്കല്ലേ. അമ്മ അച്ഛൻ്റെ കൂടെ വന്നതുകൊണ്ട് അമ്മയ്ക്ക് ആരുമില്ലാതെ ആയില്ലേ. ഓ, നിൻ്റെ അമ്മ ബ്രെയിൻ വാഷ് ചെയ്ത് വിട്ടിട്ടുണ്ടല്ലോ. അച്ഛനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ അച്ഛൻ്റെ സഹോദരിയും സഹോദരനും എല്ലാം ഉണ്ട്. എൻ്റെ അമ്മയ്ക്ക് ആരാ ഉള്ളേ? കിച്ചോ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നമ്മൾ നിൻ്റെ കാശിയേട്ടനെ സഹായിച്ചെന്ന് നമ്മുടെ വീട്ടുകാരറിഞ്ഞാൽ. കാർത്തിക് താടി തടവിക്കൊണ്ട് ചിന്തയോടെ പറഞ്ഞു. അതോർത്ത് അച്ഛൻ ടെൻഷൻ ആവാതെ നമുക്ക് സീക്രട്ടാക്കി വെക്കാം. പ്രോമിസ് കിച്ചു? ആ അച്ഛാ, ദുർഗേച്ചി വിളിച്ചിരുന്നു. കാശിയേട്ടൻ്റെ അവസ്ഥ സീരിയസ് ആണ്. അവർ കൊടുത്തിരുന്ന മെഡിസിൻ എല്ലാം ഒഴിവാക്കിയിട്ടും കാശിയേട്ടന് വയറുവേദന മാറുന്നില്ല. മുൻപ് കൊടുത്തിരുന്ന മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആണെന്നാണ് പറയുന്നത്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആ ഹോസ്പിറ്റലിന് പുറത്തേ ഉണ്ടാകൂ. കിച്ചു മോനെ, ഇത് നമ്മുടെ തറവാട്ടിലറിയാതെ എങ്ങനെയാണ്? അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. അച്ഛനൊന്നുകൊണ്ടും ടെൻഷനാകാതെ. ഓക്കെ കിച്ചു, നിൻ്റെ ധൈര്യത്തിൽ ഞാൻ ഇറങ്ങുകയാണ്. അടുത്ത ഫ്ലൈറ്റിനു തന്നെ ഇന്ത്യയിലേക്ക് പോകാം. താങ്ക് യു സോ മച്ച് അച്ഛാ. കിച്ചു അച്ഛനെ കെട്ടിപ്പിടിച്ചു കവിളിൽ മുത്തി. ഇത് കണ്ടുകൊണ്ടാണ് നിർമ്മല അങ്ങോട്ട് വരുന്നത്. കിച്ചു എഴുന്നേറ്റ് അമ്മയെ അച്ഛൻ്റെ അടുത്തുകൊണ്ട് ഇരുത്തി. അമ്മ, പിണക്കം മാറ്റിയോ? അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞു. നിർമ്മല കണ്ണുകൾ തുടച്ച് അയാളെ ഒന്ന് നോക്കി. കാർത്തി അവളെ ചേർത്തു പിടിച്ചു.
കിച്ചൊരു പുഞ്ചിരിയോടെ അവിടെ നിന്നും പോയി. അവൻ പോയെന്ന് കണ്ടതും നിർമ്മല കാർത്തിയുടെ കവിളിലൊന്നു മുത്തി. വാവ്, ഇന്നത്തെ പ്രഭാതം എത്ര മനോഹരമാണ്. ഇരു കവിളും ഭാര്യയുടെയും മകൻ്റെയും ചുംബനം കൊണ്ട് കുളിർത്തു. അയാൾ അവളെ ഒന്നുകൂടെ ചേർത്തു പിടിച്ചു. അച്ഛൻ അറിഞ്ഞോ, ഇവിടുത്തെ സന്തതി ആ വെള്ളിയാർ നിലത്തെ സദാശിവൻ്റെ മകൻ്റെ ഡോക്ടറാണ് എന്ന്. ആ ഭ്രാന്തനെ ചികിത്സിക്കുന്നത് അച്ഛൻ്റെ വലിയ കൊച്ചുമകളാണ്. കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ടതും പ്രാതൽ കഴിച്ചുകൊണ്ടിരുന്ന ജഗന്നാഥനും കൗസല്യയും രേണുകയും ഞെട്ടിപ്പോയി. നീ എങ്ങനെ അറിഞ്ഞു കൃഷ്ണ? ഇന്നലെ അച്ഛൻ്റെ ഇളയ മരുമകളുമായി അവൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടെന്നറിഞ്ഞപ്പോൾ അവൾ തന്നെ പറഞ്ഞതാണ്. ഓ, കലികാലം എന്ന് പറയാനല്ലാതെ ആ തല തെറിച്ചവൾ മരിക്കുന്നതിനിടയ്ക്ക് ഒരു സമാധാനവും തരില്ല എന്ന് ഉറപ്പിച്ച് ഇറങ്ങിയതാണല്ലോ ഈശ്വര. ജഗന്നാഥൻ പല്ലു ഞെരിച്ച് പറഞ്ഞുകൊണ്ട് രേണുകയെ കടുപ്പത്തിൽ നോക്കി. രേണുക ഭക്ഷണം കഴിക്കൽ നിർത്തി അവിടെ നിന്നും എഴുന്നേറ്റുപോയി. എന്നാൽ എന്തിലും ദുർഗയുടെ കുറ്റം കണ്ടുകൊണ്ടിരുന്ന കൗസല്യയുടെ മനസ്സിലൂടെ എന്തൊക്കെല്ലാം ഓടിമറയുന്നുണ്ട്. അവർ എന്തൊക്കെയോ കണക്ക് കൂട്ടൽ മനസ്സിൽ നടത്തുകയാണ്. കൃഷ്ണനെ ഒറ്റയ്ക്ക് കിട്ടാൻ നോക്കി നടക്കുകയാണ് പിന്നെ അവർ. രാത്രി കൃഷ്ണൻ കോർട്ട് യാർഡിലിരിക്കുന്ന നേരം കൗസല്യ അയാളുടെ അടുത്തേക്ക് വന്നു. കൃഷ്ണ, ദുർഗയെ പിന്തിരിപ്പിക്കണ്ട. ആ കാശിയെ ചികിത്സിക്കുന്നതിൽ നിന്ന് അവൾ മുഖേന നമുക്കുണ്ടായ മാനക്കേടിന് പകരം അവളോട് പറയേ ആ ചെക്കനെ അവസാനിപ്പിക്കാൻ. അവൾ ഡോക്ടറല്ലേ, ആരും സംശയിക്കാത്ത രീതിയിൽ അവനെ, ആ ഭ്രാന്തനെ അവസാനിപ്പിക്കാൻ പറയേ. ചേച്ചി എന്തൊക്കെ ഈ പറയുന്നത്? അവളൊരു ഡോക്ടറല്ലേ, അവളുടെ ജോബിൻ്റെ എത്തിക്സിന് പറ്റിയതല്ല. ഓ, എത്തിക്സ് അതൊക്കെ നോക്കിയിട്ടല്ലേ ഇന്ന് എല്ലാ ഡോക്ടേഴ്സ് അവരുടെ ജോലികൾ ചെയ്യുന്നത്? കൗസല്യ ചുണ്ടു കൂട്ടിക്കൊണ്ട് പറഞ്ഞു. നോക്ക് കൃഷ്ണ, നമ്മുടെ ടെൻഡർ ഇപ്രാവശ്യവും ആ വെള്ളിയാർ നിലം തുള്ളവർ തന്നെ പിടിച്ചു. സദാശിവൻ പോയെന്ന് കരുതി അയാളുടെ ഭാര്യ ആ സുനന്ദ, അവൾ അത്ര മണ്ടിയൊന്നുമല്ല. അവൾ ഒന്ന് ക്ഷീണിക്കണമെങ്കിൽ അവളുടെ പ്രതീക്ഷയായ കാശിനാഥ് അവൻ കൂടി ഭൂമിയിൽ നിന്ന് പോകണം. കൃഷ്ണ, നീ ചിന്തിക്ക്. ഒരിക്കലെങ്കിലും നമുക്കും വിജയിക്കണ്ടേ? നീ പറഞ്ഞാൽ നിന്റെ മോൾ കേൾക്കൂ. നീ മിണ്ടാതെ നടക്കുന്നതാണ് അവളെ ഇപ്പോൾ തളർത്തുന്നത്. അത് നീ പ്രയോജനപ്പെടുത്തൂ. കൗസല്യയുടെ ഓരോ വാക്കിലും കാര്യമുണ്ടെന്ന് കൃഷ്ണനും തോന്നിത്തുടങ്ങി. അയാൾ സമ്മതം എന്ന രീതിയിൽ തലയിളക്കി കാണിച്ചു അവിടെ നിന്നും പോയി. ദിവസങ്ങൾ 2-3 കഴിഞ്ഞു. കാർത്തൂൻ്റെ കല്യാണക്കാര്യം സംസാരിക്കുകയാണ് ഗണേഷും ഭാര്യ പ്രവീണയും ദേവികയും ഗീതയുമെല്ലാം. സുനന്ദയും കാർത്തവും ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുന്നുണ്ട്. സുനന്ദ, എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്താ പറയുക ചേച്ചി? ഇതിനൊക്കെ മുന്നിൽ നിൽക്കേണ്ട ശിവേട്ടൻ ഇന്നില്ല. എൻ്റെ പൊന്നുമോൻ ആണെങ്കിൽ ആ അവസ്ഥയിലും. ചെറിയമ്മ, അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. കല്യാണക്കാര്യമെല്ലാം നോക്കാൻ ഞങ്ങളില്ലേ? ഗണേഷ് ഉത്സാഹത്തോടെ പറയുകയാണ്. ശിവൻ മരിച്ച ചടങ്ങിന് വന്നപ്പോൾ കാർത്തുമോളെ അവർ കണ്ടിരുന്നു എന്ന്. മരണച്ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞ് എന്നോട് ചോദിച്ചു കാർത്തൂനെക്കുറിച്ച്. ഞാൻ അന്ന് വലിയ ഉത്സാഹം കാണിച്ചില്ല. അവൻ്റെ മരണവും കാശിയുടെ അസുഖവുമെല്ലാം കൂടി നമ്മളാകെ തളർന്ന അവസ്ഥയിലല്ലായിരുന്നോ? ഇന്നലെ അവർ വീണ്ടും എനിക്ക് വിളിച്ചിരുന്നു. സുനന്ദേ, ഞാൻ നിന്നോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ദേവികയും ഉത്സാഹത്തോടെ തന്നെ പറയുന്നുണ്ട്. എന്താ അമ്മ? വലിയ ചർച്ചയാണല്ലോ. രൂപേഷും ശരണ്യയും പുറത്തുപോയി വരുന്ന വഴിയാണ്. ശരണ്യ കാർത്തൂൻ്റെ അടുത്തായി വന്നിരുന്നു. കാർത്തൂന് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. പാലക്കാട് നിന്നാണ്. മുകുന്ദേട്ടൻ്റെ അകന്ന ബന്ധുക്കളാണ്. പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയാണ്. ചെക്കൻ വിശാഖ് അഡ്വക്കേറ്റാണ്. ദേവിക വിവരിച്ചു കൊടുക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് രൂപേഷ് കയറി വന്നത്. അവനൊന്ന് ഞെട്ടി. എന്ത് വിഡ്ഢിത്തമാണ് അപ്പച്ചി, വല്യച്ഛൻ മരിച്ചൊന്ന് വെക്കാം. പക്ഷേ കാർത്തൂൻ്റെ ഒരേ ഒരു ഏട്ടൻ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവൾ എങ്ങനെ ഒരു കല്യാണത്തിന് തയ്യാറാകും? അല്ലേ കാർത്തുമോളെ? അവൻ അവളുടെ അടുത്തേക്ക് വന്ന് തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ചെറിയച്ഛൻ്റെ മകൻ ഏട്ടന് തുല്യമാണെങ്കിലും അയാൾ ആ സ്ഥാനത്തിൻ്റെ പവിത്രത സൂക്ഷിക്കാത്ത വേട്ടമൃഗമാണെന്ന് കാർത്തൂന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അയാളുടെ തലോടൽ അവൾക്ക് പുഴുവരിക്കുന്നത് പോലെയാണ് തോന്നിയത്. ഈ രാക്ഷസൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കല്യാണം കൊണ്ട് സാധിച്ചെങ്കിൽ അവൾ ആ നിമിഷം ചിന്തിച്ചുപോയി. അവൾ അവൻ്റെ ചോദ്യത്തിന് മറുപടി ഒന്നും കൊടുക്കാതെ, ആർക്കും മനസ്സിലാക്കാത്ത രീതിയിൽ അവൻ്റെ കൈ തലയിൽ നിന്നും എടുത്തു മാറ്റി. രൂപേഷ്, കാശിയുടെ അവസ്ഥയൊക്കെ എന്നാണ് മാറ്റമുണ്ടാവുക എന്ന് ഒരു ധാരണയുമില്ലാത്ത സ്ഥിതിക്ക് പ്രായമായ പെൺകുട്ടിയെ ഇങ്ങനെ ഇരുത്താൻ കഴിയില്ല. നല്ല കാര്യങ്ങൾ വരുമ്പോൾ അത് നടത്തുക തന്നെയാണ് വേണ്ടത്. ദേവികയ്ക്ക് രൂപേഷിൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നില്ല. അപ്പച്ചിയുടെ സംസാരം ഇഷ്ടപ്പെടാത്ത അവൻ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി. പ്രവീണയും ശരണ്യയും മുഖത്തോട് മുഖം നോക്കിപ്പോയി അവൻ്റെ പ്രവൃത്തിയിൽ.